തൃശൂരിൽ 2 കിലോ ഹാഷിഷ് ഓയിലുമായി 2 പേർ എക്സൈസിന്റെ പിടിയിൽ. മയക്കുമരുന്ന് വിതരണ ശൃംഖലയിലെ കണ്ണികളെ തേടി എക്സൈസ്. ആശാവർക്കർമാർക്ക് ജനുവരിയിലെ ഓണറേറിയം അനുവദിച്ച് സർക്കാർ. 3 മാസത്തെ കുടിശ്ശികയും തീർത്തു നൽകും. എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ആശാവർക്കർമാർ. രാമവർമ്മപുരം വിജ്ഞാൻ സാഗറിൽ റോബോ പാർക്ക് പ്രഖ്യാപനമായി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ്. മുങ്ങിമരണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും നീന്തൽ പരിശീലന പദ്ധതി നടപ്പാക്കും. കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ സംഭവത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതി. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് ആനയെ കൊണ്ടുപോയതെന്തിനെന്ന് കോടതി. കേബിൾ TV ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന KSEBയുടെ നിലപാടിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. കുത്തക കമ്പനികളുടെ അനിയന്ത്രിത കടന്നുവരവും വൈദ്യുതി നിരക്ക് വർധനയും കേബിൾ TV വ്യവസായത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി COA. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂരിൽ 2 കിലോ ഹാഷിഷ് ഓയിലുമായി 2 പേർ എക്സൈസിന്റെ പിടിയിൽ. കൂർക്കഞ്ചേരിയിൽ നിന്നാണ് എക്സൈസ് നർക്കോട്ടിക് വിഭാഗം മയക്കുമരുന്ന് പിടികൂടിയത്. ചേർപ്പ് സ്വദേശി മാളിയേക്കൽ വീട്ടിൽ നിഷാദ്, മാടക്കത്ര സ്വദേശി ചിറമൽ വീട്ടിൽ റീഗൻ എന്നിവരാണ് പിടിയിലായത്. പിടിച്ചെടുത്ത മയക്കുമരുന്നിന് അന്താരാഷ്ട്ര വിപണിയിൽ 2 കോടി രൂപ വിലമതിക്കുമെന്ന് എക്സൈസ് പറഞ്ഞു. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സർക്കിൾ ഇൻസ്പെക്ടർ G. കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ സ്ക്വാഡ് കണിമംഗലം ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. സ്പെഷ്യൽ സ്ക്വാഡ് CI VJ റോയിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇന്റർനാഷണൽ റാക്കറ്റിന്റെ ഭാഗമായുള്ള സംഘമാണ് പിടിയിലായതെന്നും ഇവർ കാരിയർമാർ മാത്രമാണെന്നും സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതായും VJ റോയ് പറഞ്ഞു. ഇവർക്ക് ഈ സാമ്പത്തികമായി സഹായം ചെയ്തതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഉടൻ തന്നെ അവരുടെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാവും. ഇതിൻ്റെ അന്വേഷണം ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് ജസ്റ്റിസ് കമ്മീഷണർ ജോബി സറായിരിക്കും നിർവഹിക്കുന്നത്. മുഴുവൻ പ്രതികളെയും ഏറ്റവും അടുത്ത ദിവസം തന്നെ അറസ്റ്റ് ചെയ്ത് ഈ കേസിലെ പ്രതികളെ ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട കോടതി മുമ്പായി ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതാണ്. ചെയ്യുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അപ്പോൾ അവരെ ഫണ്ട് ചെയ്യും. ഇവർ ഒഡീഷയിൽ പോയി ട്രെയിൻ മാർഗം പോയി ഈ ഹാഷിഷ് എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. ഇവർ ജസ്റ്റ് കാരിയേഴ്സ് മാത്രമാണ്. ഇപ്പം നമ്മൾ അന്വേഷിച്ചത് അങ്ങനെ ഇവർ കാരിയേഴ്സ് മാത്രമാണ്. പക്ഷേ ഇവരുടെ പിന്നിൽ ഒത്തിരി ആൾക്കാർ വേറെ ഉണ്ട്. അപ്പോൾ ഇവർ മറ്റുള്ളവരുടെ നിർദ്ദേശാനുസരണം ഇവർ ഒഡീഷയിൽ പോകുന്നു, സാധനം വാങ്ങിക്കുന്നു, ഈ പാർട്ടിക്ക് കൈമാറുന്നു. ഈ പാർട്ടിയാണ് അത് പല പാക്കറ്റുകളിലാക്കി ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ട് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ഇവർക്ക് അതനുസരിച്ച് ഇവർക്ക് അത് കൊണ്ടുവരുന്നതിൻ്റെ ഒരു കൂലിയായിട്ടുള്ളൊരു എമൗണ്ട് ഇവർക്ക് കിട്ടും. ഇതിൽ ഒന്നാമത്തെ പ്രതി റീഗൻ എന്നുള്ള ആളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹത്തിന് പാലക്കാട് നാഷണൽ ഹൈവേയിൽ വെച്ച് റോബറി നടത്തിയ കേസിൽ പ്രതികൾ ഒരാളാണ്. അപ്പോൾ ഇതിലേക്ക് മുമ്പും ഈ റീഗൻ എന്ന വ്യക്തി കഞ്ചാവും മറ്റു കാര്യങ്ങളും ഇതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും പിടിക്കപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കഞ്ചാവ് കേസിൽ അല്ലെങ്കിൽ മയക്കുമരുന്ന് കേസിൽ റീഗൻ പിടിക്കപ്പെടുന്നത്. ഇത് ആദ്യമായിട്ടാണ്. റോബറി കേസിൽ ഓൾറെഡി ഇദ്ദേഹം പ്രതിയാണ്. അതിനിപ്പോൾ ജാമ്യത്തിൽ നിൽക്കുകയാണ്. ആശാവർക്കർമാർക്ക് ജനുവരിയിലെ ഓണറേറിയം അനുവദിച്ച് സർക്കാർ. 3 മാസത്തെ കുടിശ്ശികയും തീർത്തു നൽകി. ഇതോടൊപ്പം ഇൻസെന്റീവും അനുവദിച്ചിട്ടുണ്ട്. ആശാവർക്കർമാർ സമരം കടുപ്പിച്ച സാഹചര്യത്തിലാണ് സർക്കാർ തീരുമാനം. ആശാവർക്കർമാരുടെ കാര്യത്തിൽ കടുംപിടുത്തമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇതേസമയം എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് സമരരംഗത്തുള്ള ആശാവർക്കർമാർ പ്രതികരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ അവതരിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതിക്കായി 20 കോടി രൂപ വകയിരുത്തി. ക്യാൻ തൃശൂർ പദ്ധതിക്കായി 2 കോടിയും വയോജന ഭിന്നശേഷി വിഭവങ്ങളുടെ ക്ഷേമത്തിനായി 5 കോടി രൂപയും വകയിരുത്തി. റോഡുകളുടെ നിർമ്മാണത്തിന് 18 കോടി രൂപയും പരിപാലനത്തിന് 9 കോടി രൂപയും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് 2 കോടി രൂപയും ജെൻഡർ ഈക്വാലിറ്റിക്കായി 1 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന മുങ്ങിമരണങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും നീന്തൽ പരിശീലനം നടത്തുന്നതിനായി പ്രത്യേകം പ്രോജക്ട് നടപ്പാക്കാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചു. വിദ്യാഭ്യാസ രംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കുട്ടികൾക്ക് കൌൺസിലിംഗ് ഏർപ്പെടുത്തും. പ്രകൃതിയും സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വികസന സങ്കല്പമായ റോബോ പാർക്ക് ആരംഭിക്കും. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ അനുഭവിക്കുന്നതിനുള്ള കേന്ദ്രമായി റോബോ പാർക്ക് പ്രവർത്തിക്കും. സർക്കാരിന്റെ അനുമതിയോടെ സ്റ്റാർട്ടപ്പ് മിഷനുമായി യോജിച്ച് രാമവർമ്മപുരം വിജ്ഞാൻ സാഗറിൽ പദ്ധതി നടപ്പിലാക്കാനാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് ബജറ്റിൽ പറയുന്നു.
കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ സംഭവത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതി. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് ആനയെ കൊണ്ടുപോയതെന്തിനെന്ന് കോടതി ചോദിച്ചു. പടക്കം പൊട്ടിച്ചപ്പോൾ ആന പേടിച്ചെന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ മറുപടിയിലാണ് കോടതിയുടെ പ്രതികരണം. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആനയെ എന്തിനു കൊണ്ടുപോയെന്ന് കോടതി ചോദ്യമുന്നയിച്ചു. എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകുമ്പോൾ ആനയുടെ ഭക്ഷണകാര്യങ്ങൾ എങ്ങനെ ഉറപ്പാക്കുന്നുവെന്നും കോടതി ചോദിച്ചു. വിശദാംശങ്ങൾ ഉടനെ അറിയിക്കണമെന്ന് ദേവസ്വത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ വടക്കാഞ്ചേരി കോപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്നു. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, ഗുരുവായൂർ കമ്മിറ്റികളുടെ സംയുക്ത സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ് പതാക ഉയർത്തിയതോടെയാണ് ആരംഭിച്ചത്. തുടർന്ന് നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് കമ്പനികളോട് മുഖാമുഖം നിന്ന് പോരാടിയാണ് സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ നൽകി സിഒഎ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കുത്തക കമ്പനികളുടെ അനിയന്ത്രിത കടന്നുകയറ്റവും ഇടയ്ക്കിടെയുള്ള പേ ചാനൽ വൈദ്യുതി നിരക്ക് വർധനവും കേബിൾ ടി വി വ്യവസായത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. കേരളം നിക്ഷേപ സമാഹരണം നടത്തുന്ന കാലഘട്ടത്തിൽ യാതൊരു ഉപാധികളുമില്ലാതെ കോടികളുടെ നിക്ഷേപമാണ് സിഒഎ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത്. 10,000-ങ്ങൾക്ക് തൊഴിൽ നൽകാനും സിഒഎയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം രൂപ നൽകിയ സിഒഎ പുനരധിവാസ പദ്ധതിയിലേക്ക് 50 ലക്ഷം രൂപ നൽകുന്നുണ്ട്. സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സഹായിക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ തയ്യാറാകാത്തത് ഖേദകരമാണ്. കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന കെഎസ്ഇബിയുടെ നിലപാടിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം പി.എം. നാസർ, കെസിസിഎൽ എം.ഡി. പി.പി. സുരേഷ് കുമാർ, ന്യൂസ് മലയാളം ചാനൽ ഡയറക്ടർ സുധീഷ് പട്ടണം, കേരള വിഷൻ എം.ഡി. ജയപ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗം ബൈജു സി.എ, ജില്ലാ എക്സിക്യൂട്ടീവ് കൺവീനർ ജേക്കബ് ജെറോം എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി പി. ആന്റണി, ജില്ലാ ട്രഷറർ സി.ജി. ജോസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് ലിയോ എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ടി.സി.വി. ന്യൂസ്, വടക്കാഞ്ചേരി. അരനാട്ടുകര തരിശുപാടത്ത് വീണ്ടും വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് പാടത്തെ പുല്ല് കത്തി നശിച്ചു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത്. കഴിഞ്ഞ ദിവസം അരനാട്ടുകര തരിശുപാടത്ത് തീ പടർന്നു പിടിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വീണ്ടും തീപിടിച്ചത്. തീ പടർന്ന് പൂത്തോൾ കിഴക്കേപ്പുറം പാടം ഉൾപ്പെടെ കത്തിയമർന്നു. ഫയർഫോഴ്സ് എത്തി പറമ്പുകളിലേക്കും വീടുകളിലേക്കും പടരാതെ തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ തീയാളിപ്പടർന്ന് ഫയർഫോഴ്സ് ജീവനക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇതിനിടയിൽ തീ അണയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന 4 ഹോസുകളും കത്തിനശിച്ചു. പ്രദേശമാകെ പുക പടർന്നതോടെ പ്രദേശത്തെ കിടപ്പ് രോഗികളെ വീടുകളിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചു. വരാക്കര കപ്പേളയ്ക്ക് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പയ്യാക്കര സ്വദേശി മലപ്പാൻ വീട്ടിൽ 41 വയസ്സുള്ള നിക്സനാണ് മരിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. തിങ്കളാഴ്ചയായിരുന്നു അപകടം. കടൽമണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താലിൽ പ്രതിഷേധമിരമ്പി. മത്സ്യത്തൊഴിലാളികളെയും നാടിനെയും ബാധിക്കുന്ന ഖനന പ്രക്രിയയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർത്താൽ. കയ്പമംഗലത്ത് മത്സ്യത്തൊഴിലാളികൾ പണിമുടക്കി ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂരിക്കുഴി കമ്പനിക്കടവിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. AITUC ജില്ലാ സെക്രട്ടറി കെ.ജി. ശിവാനന്ദൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മണി കാവുങ്ങൽ അധ്യക്ഷനായി. CITU നാട്ടിക ഏരിയ പ്രസിഡന്റ് BS ശക്തിധരൻ, KM വിജയൻ, KV തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. ഓക്സൈഡുകളെ നിയന്ത്രിക്കുന്നതിലും കടലിന്റെ പ്രാധാന്യം ശാസ്ത്ര സമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണ്.
തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരിക്കുന്ന പ്ലാൻ 2 വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായാണ് സാധ്യമായതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. റെയിൽവേ സ്റ്റേഷന്റെ ഡെമോ പ്ലാൻ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ പ്രദർശിപ്പിച്ചിരുന്നു. കോളേജിലെത്തിയ കേന്ദ്രമന്ത്രി റെയിൽവേ സ്റ്റേഷൻ വിപുലീകരണം സംബന്ധിച്ച് സംസാരിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ജയിച്ച് വന്ന് തുടങ്ങിയ ഒരു പ്രയത്നമല്ലത്. ഒരുപക്ഷെ അതിന് 2 വർഷം മുമ്പ് തുടങ്ങിയ രാജ്യസഭയിലുണ്ടായി റിട്ടയർ ചെയ്യുന്ന കാലഘട്ടത്തിലും പ്രവർത്തിച്ച അതിനുശേഷവും ഒരു അധികാരവുമില്ലാത്ത സമയത്ത് നടത്തിയ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തുടങ്ങിയ ഒരു പ്രയത്നത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് കണ്ടെത്താൻ സാധിച്ചത് ജയിച്ചു വന്ന് ഒക്ടോബർ മാസത്തിലാണ് റെയിൽവേ മന്ത്രി അറിയിച്ചപ്പോഴാണ്. അതിനുശേഷം അതിൻ്റെ ഡിസൈൻ 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ 1ഉം 2ഉം ഓപ്ഷനാണ് ഞാൻ തിരഞ്ഞെടുത്തത്. പക്ഷേ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട മേയറുടെയും കളക്ടർ, കമ്മീഷണർ, അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ MLA എല്ലാവരെയും വിളിച്ചിരുത്തി കാണിച്ച് അവർക്ക് കൂടി, അത് പ്രധാനമന്ത്രിക്കും റെയിൽവേ മന്ത്രിക്കും എനിക്കും 2 ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിലും അതിലെ ഓപ്ഷൻ 1 എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യമായത് തിരഞ്ഞെടുത്തതിൻ്റെ ഒരു ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് തൃശൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആശാവർക്കർമാർക്ക് ജോലിക്ക് ഹാജരായില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് NHM മിഷൻ ഡയറക്ടറുടെ ഉത്തരവിനെതിരെ നടന്ന പ്രതിഷേധ പരിപാടി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തൃശൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് IP പോൾ, DCC ജനറൽ സെക്രട്ടറി ഷിജു വെളിയത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജേക്കബ് പുലിക്കോട്ടിൽ, ജോർജ് ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. മുരളി പെരുന്നെല്ലി MLAയുടെ പൂവത്തൂരിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അടക്കം 20 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പെരിങ്ങാട് പുഴയെ റിസർവ് വനമാക്കാനുള്ള നടപടികൾ അവസാനിപ്പിക്കുക, റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പാവറട്ടി മനപ്പടിയിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ മാർച്ച് പൂവത്തൂർ ബസ് സ്റ്റാൻഡിന് സമീപം ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ശോഭ സുബിൻ, DCC സെക്രട്ടറി ഷിജു പാവറട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ റോഡിൽ നിലയുറപ്പിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. മാലിന്യ സംസ്കരണത്തിൽ ഗുരുവായൂർ ദേവസ്വവും സഹകരിക്കണമെന്ന് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്. തിരുത്തിക്കാട് പറമ്പിൽ മാലിന്യം കത്തിച്ചതിന് ദേവസ്വത്തിന് നോട്ടീസ് നൽകിയതായി ചെയർമാൻ കൌൺസിലിൽ പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിന് യാതൊരു ഇളവും ആർക്കും നൽകിയിട്ടില്ല. ലോഡ്ജുകളിൽ നിന്നും വീടുകളിൽ നിന്നും മാലിന്യം പുറത്തേക്കൊഴുകുന്നത് തടയാൻ ഫയർഫോഴ്സ് സ്ക്വാഡിന്റെ പ്രവർത്തനം ഊർജിതപ്പെടുത്തും. ശുചിമുറി മാലിന്യ സംസ്കരണത്തിന് ചില കേന്ദ്രങ്ങൾ എതിർപ്പറിയിച്ചിട്ടുണ്ട്. ഇതിന് പരിഹാരം കാണുമെന്നും ചെയർമാൻ പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി UDF തള്ളിയതോടെ UDF കൌൺസിലർമാർ കൌൺസിൽ ബഹിഷ്കരിച്ചു. ചാലക്കുടി നഗരസഭയുടെ പുതിയ ഉപാധ്യക്ഷയായി കോൺഗ്രസിലെ C. ശ്രീദേവിയെ തെരഞ്ഞെടുത്തു. ശ്രീദേവിക്ക് 28ഉം LDF സ്ഥാനാർത്ഥി ബിജി സദാനന്ദന് 6 വോട്ടുകൾ വീതം ലഭിച്ചു. സ്വതന്ത്ര അംഗങ്ങളായ VJ ജോജി, TD എലിസബത്ത് എന്നിവർ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. ഇപ്പോഴത്തെ കൌൺസിലിലെ 3ാമത്തെ വൈസ് ചെയർപേഴ്സണാണ് ശ്രീദേവി. ധാരണ പ്രകാരം ആലിസ് ഷിബു രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ശ്രീദേവിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ 27 കൌൺസിലർമാർക്കും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വിപ്പ് നൽകിയിരുന്നു. വിവരാവകാശ നിയമം ദുരുപയോഗം ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന വിവരാവകാശ തട്ടിപ്പുകാർക്കെതിരെയും ഭൂമാഫിയ തട്ടിപ്പിനെതിരെയും നടപടിയെടുക്കാനും വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യാനും കോർപ്പറേഷൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു.
വിവരാവകാശ നിയമം ദുരുപയോഗം ചെയ്ത് പരാതി നൽകുകയും പരാതിക്കാരൻ തന്നെ കക്ഷികളെ നേരിട്ട് കണ്ട് ഭീഷണിപ്പെടുത്തി പാരിതോഷികം കൈപ്പറ്റുന്ന പ്രക്രിയയ്ക്കെതിരെയാണ് നിയമ നടപടി സ്വീകരിക്കുക. കൌൺസിലർ AR രാഹുൽനാഥാണ് ഈ വിഷയം കൌൺസിലിൽ അവതരിപ്പിച്ചത്. മാർച്ച് 31 വരെ വസ്തുനികുതി അവധി ദിനങ്ങൾ ഉൾപ്പെടെ എല്ലാ ദിവസവും അടവാക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തും. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ആധുനിക അറിവുശാല പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും യുനെസ്കോയുടെ അംഗീകാരത്തോടെ തൃശൂർ കോർപ്പറേഷന് ലഭിച്ച ലേണിംഗ് സിറ്റി അംഗീകാരം ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന് കിലയെ ഏൽപ്പിക്കുന്നതിനും കൌൺസിൽ അംഗീകാരം നൽകി. അതേസമയം ആശാവർക്കർമാരുടെ സമരം തീർക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം മേയർ തള്ളി. തൃശൂർ പൂരത്തിന് സമാന്തരമായി എക്സിബിഷൻ നടത്തുവാനുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡ് തീരുമാനത്തിൽ കോർപ്പറേഷൻ നിലപാട് വ്യക്തമാക്കണമെന്ന് കൌൺസിലർ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. സീറോ വേസ്റ്റ് പ്രഖ്യാപനവും മാലിന്യ നിർമ്മാർജ്ജന രംഗത്തെ 5 സ്റ്റാർ പദവിക്ക് വേണ്ടിയുള്ള ശ്രമവുമായി നീങ്ങുന്ന കോർപ്പറേഷൻ ജലാശയങ്ങളിലും മറ്റും കക്കൂസ് മാലിന്യം തട്ടുന്നതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നഗരത്തിൽ വ്യാപകമായി വഴിയോര കച്ചവട ബങ്കുകൾ സ്ഥാപിക്കുവാനുള്ള അജണ്ട ഇനം കൌൺസിലർമാരുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. തൃക്കൂരിൽ കാർ നിയന്ത്രണം വിട്ട് പാലത്തിലിടിച്ച് 3 കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. തൃക്കൂർ സ്വദേശി മുണ്ടത്തിക്കോട് വീട്ടിൽ അരുൺ, ഭാര്യ ആതിര, ഇവരുടെ മക്കളായ ആദികേശവ്, ആരുഷ്, സഹോദരൻ അഖിൽ, ഭാര്യ സുജി, ഇവരുടെ മകൾ ഇഷാൻവി, അമ്മ സുശീല എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ആദികേശവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറാട്ടുപുഴ മന്ദാരം കടവിൽ ബലിതർപ്പണം കഴിഞ്ഞ് വരുന്നതിനിടെയായിരുന്നു അപകടം. കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ നടന്നുവരുന്ന 15ാമത് ഇറ്റ്ഫോക്ക് രാജ്യാന്തര നാടകോത്സവം തുടരുന്നു. നാടകോത്സവത്തിന്റെ 5ാം ദിനമായ വ്യാഴാഴ്ച പാലക്കാട് അത്ലറ്റ് കായിക നാടകവേദിയുടെ ഭൂതങ്ങൾ എന്ന മലയാളം നാടകം അരങ്ങേറി. OTTയിൽ റിലീസായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട അപ്പൻ എന്ന സിനിമയുടെ നാടകാവിഷ്കാരമാണ് 80 മിനിറ്റ് ദൈർഘ്യമുള്ള ഭൂതങ്ങൾ എന്ന നാടകം. കോഴിക്കോട്ടുകാരനായ ഷാജിയാണ് നാടകത്തിന്റെ സംവിധായകൻ. സ്കൂൾ ബസ് ഡ്രൈവർ മുതൽ ബാങ്ക് ജീവനക്കാർ വരെയുള്ള 27 കലാകാരന്മാർ അണിനിരന്ന നാടകത്തിൽ 6 പേർ തൃശൂർ സ്വദേശികളും ബാക്കിയുള്ള 21 പേർ പ്രവാസികളുമാണ്. ഹംഗറി നാടകമായ സർക്കിൾ റിലേഷൻസ് എന്ന ഇംഗ്ലീഷ് നാടകവും ഗുജറാത്ത് അസ്തിത്വ ആർട്ട് ഫൗണ്ടേഷന്റെ ഐറ്റം എന്നീ നാടകങ്ങളും അരങ്ങേറി. നാടകങ്ങൾക്ക് പുറമെ മീറ്റ് ദി ആർട്ടിസ്റ്റ്, പാനൽ ചർച്ച, ബൗൾ മ്യൂസിക് എന്നിവയും വിവിധ വേദികളിലായി നടന്നു. മാർച്ച് 2 വരെ നീണ്ടുനിൽക്കുന്ന നാടകോത്സവത്തിൽ 5 വിദേശ നാടകങ്ങളും 3 മലയാള നാടകങ്ങളും ഉൾപ്പെടെ 10 ഇന്ത്യൻ നാടകങ്ങളുമാണ് അരങ്ങേറുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും അതിമാരക സിന്തറ്റിക് ലഹരിയുമായി യുവാവ് പിടിയിൽ. കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന കരൂപ്പടഞ്ഞ സ്വദേശി കണ്ണാംകുളം വീട്ടിൽ ഇൻസമാമാണ് 2 ഗ്രാം MDMA-യുമായി അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂരിൽ സുഹൃത്ത് പിടിച്ചു തള്ളിയ കായിക അധ്യാപകൻ മരിച്ചത് തലച്ചോറിലെ നരമ്പ് പൊട്ടിയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പല കാരണങ്ങളാൽ ഇത് സംഭവിക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ അധ്യാപകൻ ചക്കാമുക്ക് സ്വദേശി അനിലാണ് മരിച്ചത്. അനിലിനെ സുഹൃത്ത് ചൂലിശ്ശേരി സ്വദേശി രാജരാജൻ തള്ളിയിടുകയായിരുന്നു. ഇതേ തുടർന്ന് നിലത്ത് തലയടിച്ചു വീണ അനിൽ ബോധരഹിതനാവുകയാണുണ്ടായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിദഗ്ധ സംഘവുമായി കൂടിയാലോചിച്ച് രാജരാജനെതിരെ കേസെടുക്കുന്നതിൽ തീരുമാനമെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. ശിവരാത്രിയോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ ബലിതർപ്പണം നടന്നു. കൂർക്കഞ്ചേരി ശിവക്ഷേത്രം, പുഴയ്ക്കൽ ധർമ്മശാസ്താ ക്ഷേത്രം തുടങ്ങി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ബലിതർപ്പണ കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു. ശിവരാത്രി നാളിൽ വ്രതമെടുത്ത ആയിരങ്ങൾ തർപ്പണ കേന്ദ്രങ്ങളിൽ പിതൃബലി അർപ്പിച്ചു. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുപ്ലിയം പാറക്കുളം സ്വദേശി തോട്ടത്തിൽ വീട്ടിൽ കിരൺ, കല്ലൂർ സ്വദേശി നെല്ലങ്കര വീട്ടിൽ സ്റ്റാലിൻ,
നടത്തറ സ്വദേശി വെളുത്തേടത്ത് വീട്ടിൽ വിനോദ്, പൗണ്ട് സ്വദേശി മണക്കാടൻ വീട്ടിൽ സൂരജ്, വരന്തരപ്പിള്ളി കൂട്ടാലിപ്പാടം സ്വദേശി കാട്ടിപ്പറമ്പൻ വീട്ടിൽ ക്രിസ്റ്റോ എന്നിവരാണ് അറസ്റ്റിലായത്. പഴയന്നൂർ സ്വദേശി ജനീഷിനെയാണ് വ്യാഴാഴ്ച തൃശൂരിൽ നിന്ന് പ്രതികൾ കാറിൽ തട്ടിക്കൊണ്ടുപോയത്. പ്രതികളിൽ ഒരാളായ കിരണിന്റെ ഭാര്യ ജനീഷിന്റെ കൂടെ താമസിക്കുന്നതിനുള്ള വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് വരന്തരപ്പിള്ളി പോലീസ് പറഞ്ഞു. ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ബാഡ്മിന്റൺ ലീഗിന് തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി രാജ്യാന്തര, ദേശീയ, സംസ്ഥാന താരങ്ങൾ ഉൾപ്പെടെ 36 താരങ്ങളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. മത്സരത്തിന്റെ ഉദ്ഘാടനം P. ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് ബാബു മേച്ചേരിപ്പടി അധ്യക്ഷത വഹിച്ചു. ബാഡ്മിന്റൺ ലീഗിന് ഞായറാഴ്ച സമാപനമാകും. തൃശൂർ പൂരം പ്രദർശന ഘട്ടത്തിൽ നഗരത്തിൽ മറ്റൊരു പ്രദർശനം കൊച്ചിൻ ദേവസ്വം ബോർഡ് നടത്തില്ലെന്ന് ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി CPIM തൃശൂർ ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. പൂരം പ്രദർശനം നടക്കുന്ന ഏപ്രിൽ, മെയ് മാസങ്ങളിൽ തൃശൂർ പട്ടണത്തിൽ മറ്റൊരു എക്സിബിഷൻ അനുചിതമാണെന്നാണ് CPIM നിലപാട്. തൃശൂർ പൂരം പ്രദർശനം കാലങ്ങളായി ഇവിടെ നടന്നുവരുന്നതാണ്. ഇത്തവണയും ഭംഗിയായി നടക്കണം. ഈ വിഷയത്തിൽ സംഘപരിവാറും BJPയും സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം നുണ പ്രചരിപ്പിക്കുകയാണെന്ന് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ബില്യൺ ബീസ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് ഇരിങ്ങാലക്കുടയിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ചേലൂർ സ്വദേശിയായ കൃഷ്ണജിത്തിന്റെ പരാതിയിലാണ് 6ാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ 40 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് കേസ്. ഒരു കേസ് അന്വേഷിക്കുന്നത് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചും ബാക്കി 5 കേസുകൾ അന്വേഷിക്കുന്നത് ഇരിങ്ങാലക്കുട ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഇൻസ്പെക്ടറുമാണ്. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ഇന്ത്യൻ നോളേജ് സിസ്റ്റം സെന്ററിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ഇന്ത്യൻ നോളേജ് സിസ്റ്റം സെന്റർ കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ ഇത് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ചിലർ നിന്ദിക്കാൻ ശ്രമിച്ചുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ കേരളത്തിലെ 2 IKS സ്ഥാപനങ്ങളും 2 ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 2020 മറ്റോ ആണ്, ആദ്യം ഇത് തിരുവനന്തപുരത്തെ ട്രിനിറ്റി കോളേജിൽ ആരംഭിച്ചപ്പോൾ അന്നിത് കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ്, RSSൻ്റെ അജണ്ടയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ ഇതിനെ നിന്ദിക്കാൻ ശ്രമിച്ചപ്പോഴും ട്രിനിറ്റി കോളേജ് പോലെ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് അവരുടെ പ്രധാനപ്പെട്ട ഝണ്ടയായിക്കൊണ്ടൊരു കൊടിപ്പാറിക്കൽ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് രാജ്യം മുഴുവൻ ഇത് സ്വാംശീകരിച്ചുകൊണ്ട് തന്നെ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ തുനിഞ്ഞിറങ്ങിയത്. കേരളത്തിൽ ഇതിൻ്റെ പ്രത്യേകത, ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന 2 IKS സെൻറ്ററുകളും 2 ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലാണ് ഇതെന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ശ്ലാഘനീയമായ ഒരു വലിയ ശ്രമം തന്നെയാണ്. വലിയ ഒരു ഇന്റർ സൊസൈറ്റൽ ഡിസിപ്ലിനറി റാപ്പിഡ് ആക്ഷൻ എന്ന് വേണമെങ്കിൽ ഈ സിസ്റ്റത്തിനെ നമുക്ക് വിളിക്കാം. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ പറഞ്ഞു വന്ന വഴിക്ക് വന്ന ചില വാക്യങ്ങളാണ്. നിങ്ങളതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കി എല്ലാവരും ഈ ഒരു സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഡിസിപ്ലിൻ അനിവാര്യത, ആ ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കപ്പെടണം. ആ ഡിസിപ്ലിനിൽപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞ സഹവർത്തിത്വത്തിനുള്ള നമ്മുടെ ഒരു ഹൃദ്യമായ നൽകൽ. ഈ ലോകത്തിൻ്റെ ഡിമാൻഡാണ്, അത് ലോകത്തിൻ്റെ ജനാധിപത്യമാണ്. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സ്കോളർഷിപ്പ് വിതരണവും 10 വിദ്യാർത്ഥികൾ ചേർന്നൊരുക്കിയ ഹൈക്കു കവിതകളുടെ സമാഹാരത്തിന്റെ പ്രകാശനവും നടന്നു. എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണേങ്ങാടൻ, ഡോക്ടർ സിസ്റ്റർ ഷീവ CV, പ്രിൻസിപ്പൽ ഡോക്ടർ മാർട്ടിൻ KA തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാ കലാക്ഷേത്ര കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച കളരിപ്പയറ്റ് ശ്രദ്ധേയമായി. ചാവക്കാട് മണത്തല ഐനിപ്പുള്ളിയിൽ കട കുത്തിപ്പൊളിച്ച് മോഷണ ശ്രമം.
മണത്തല കാണങ്കോട്ട് സ്കൂളിന് സമീപമുള്ള ഫുഡ് പ്ലാസ എന്ന ഹോട്ടലിലാണ് മോഷണ ശ്രമം. കടയുടെ ഷട്ടർ പകുതി തുറന്ന നിലയിലായിരുന്നു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. നിർമ്മാണ വസ്തുക്കളുടെ വിലക്കയറ്റവും ദൗർലഭ്യവും മൂലം നിർമ്മാണ മേഖല വൻ പ്രതിസന്ധിയിലാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത AITUC നേതാവ് വിജയൻ കുനിശ്ശേരി പറഞ്ഞു. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് അധ്യക്ഷത വഹിച്ചു. P. ശ്രീകുമാർ, സുൽത്താൻ ബാബു, ഉല്ലാസ് കളക്കാട്, AT ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ നേട്ടങ്ങൾ പൈവം കനിഞ്ഞാലും പൂജാരി കനിയില്ല. ഞങ്ങൾ ഉന്നയിക്കേണ്ട പ്രശ്നങ്ങൾ ഉന്നയിച്ചു. ഓട്ടോ തൊഴിലാളികളോട് സർക്കാർ ഗുണ്ടായുസം കാണിച്ചാൽ നോക്കിയിരിക്കില്ലെന്ന് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം. മീറ്റർ ഇല്ലെങ്കിൽ പണം കൊടുക്കേണ്ട എന്ന് പറയുന്ന മന്ത്രിയുടെ വാക്കുകളിൽ ഗുണ്ടായുസമാണുള്ളതെന്ന് BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം പറഞ്ഞു. ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം തൃശൂർ RTO ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KM മാത്യൂസ് അധ്യക്ഷനായി. വിപിൻ മംഗലം, AC കൃഷ്ണൻ, EG പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പുറപ്പെടാം മേൽശാന്തിയായി കുറ്റുമുക്ക് മുണ്ടക്കൽമന സതീശ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ക്ഷേത്രത്തിൽ 12 ദിവസം ഭജന ഇരുന്നതിന് ശേഷം ഇദ്ദേഹം ചുമതലയേൽക്കും. വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് വിധി പ്രകാരം സംഖ്യ നൽകിയ പശ്ചാത്തലത്തിൽ BSNL ജനറൽ മാനേജർക്കെതിരെയുള്ള നടപടികൾ അവസാനിപ്പിച്ചു. പൂപ്പത്തി സ്വദേശി എളന്തോളി വീട്ടിൽ ET മാർട്ടിൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് വിധി പാലിക്കാതിരുന്നതിനെ തുടർന്ന് തൃശൂർ BSNL ജനറൽ മാനേജർക്കെതിരെ ഉപഭോക്തൃ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നത്. വിധി സംഖ്യ പലിശ സഹിതം നൽകിയ സാഹചര്യത്തിൽ കോടതി നടപടികൾ അവസാനിപ്പിച്ചു. ഫോണിൽ ഇൻകമിംഗ് കോളുകൾ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് മാർട്ടിൻ ഫയൽ ചെയ്ത ഹർജിയിൽ നഷ്ടപരിഹാരമായി 5000 രൂപയും ചിലവിലേക്ക് 1500 രൂപയും നൽകുവാൻ വിധിയുണ്ടായിരുന്നു. എന്നാൽ വിധി പാലിച്ചിരുന്നില്ല. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8010 രൂപ, പവന് 64,080 രൂപ. വെള്ളി ഗ്രാമിന് 105 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3399 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ 2 കിലോ ഹാഷിഷ് ഓയിലുമായി 2 പേർ എക്സൈസിന്റെ പിടിയിൽ. മയക്കുമരുന്ന് വിതരണ ശൃംഖലയിലെ കണ്ണികളെ തേടി എക്സൈസ്. ആശാവർക്കർമാർക്ക് ജനുവരിയിലെ ഓണറേറിയം അനുവദിച്ച് സർക്കാർ. 3 മാസത്തെ കുടിശ്ശികയും തീർത്തു നൽകും. എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ആശാവർക്കർമാർ. രാമവർമ്മപുരം വിജ്ഞാൻ സാഗറിൽ റോബോ പാർക്ക് പ്രഖ്യാപനവുമായി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ്. മുങ്ങിമരണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും നീന്തൽ പരിശീലന പദ്ധതി നടപ്പാക്കും. കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ സംഭവത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതി. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് ആനയെ കൊണ്ടുപോയതെന്തിനെന്ന് കോടതി. കേബിൾ TV ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന KSEBയുടെ നിലപാടിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. കുത്തക കമ്പനികളുടെ അനിയന്ത്രിത കടന്നുവരവും വൈദ്യുതി നിരക്ക് വർധനയും കേബിൾ TV വ്യവസായത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി COA. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.